സുരക്ഷിത ഓൺലൈൻ ഇടങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോധിനി ട്രസ്റ്റിന്റെ VR വിത്ത് യു ക്യാമ്പയിന് തുടക്കമായി. ലൈംഗിക അതിക്രമ കേസുകളിൽ അതിജീവിതരുടെ കൂടെ ഉറച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി 450 ആശാ വർക്കർമാർക്ക് വേണ്ടി പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ ജൂഡ് ആന്റണിയാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ബോധിനി ട്രസ്റ്റ് തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഇരകൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും പകരുമെന്ന് ജൂഡ് ആന്റണി പറഞ്ഞു. സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുകയാണ്. നമുക്ക് നിസ്വാർത്ഥമായിട്ട് നമുക്ക് തിരിച്ചൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് പേർക്ക് സഹായം വേണ്ടതുണ്ട്. അവർക്ക് മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് നിയമസഹായം എന്താ ചെയ്യണമെന്ന് പറയാത്ത ആൾക്കാരുണ്ട്. ഒരുപാട് ഇരകളുണ്ട് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ. ഇവരെ ഒരുപാട് ഗാർഹിക പീഡനങ്ങൾ അല്ലെങ്കിൽ നമ്മളുള്ളവരായ കുട്ടികൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു സഹായം രീതിയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ല കാര്യമാണ്. ക്യാമ്പയിന്റെ ഭാഗമായി പോക്സോ അതിക്രമങ്ങളിൽപ്പെട്ട കുട്ടികളുടെ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന പോസ്റ്ററിന്റെ പ്രകാശനം ഹൈക്കോടതി ജഡ്ജി A. മുഹമ്മദ് മുഷ്താഖ് ഓൺലൈനായി നിർവഹിച്ചു. ലൈംഗികാതിക്രമ കേസുകളിൽ ഇരകൾക്കൊപ്പം ഉറച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജസ്റ്റിസ് ഓർമ്മിപ്പിച്ചു. ബോധിനി ബ്രോഷർ ഫെഡറൽ ബാങ്ക് മുൻ ചെയർമാൻ C. ബാലഗോപാൽ പുറത്തിറക്കി. സൈബർ ഇടങ്ങളിലെ സുരക്ഷയെ സംബന്ധിച്ച കുട്ടികളുടെ പതിവ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി യൂണിസെഫിന്റെ സാങ്കേതിക പിന്തുണയോടെ തയ്യാറാക്കിയ ലഘുലേഖ R. നിശാന്തിനി IPS പ്രകാശനം ചെയ്തു. മാനസികാരോഗ്യത്തെ ബാധിക്കാതെ കുട്ടികൾക്ക് എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കാം എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ലഘുലേഖ. ക്യാമ്പയിന്റെ ഭാഗമായി 450 ആശാ വർക്കർമാർക്ക് പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ശോഭ അന്നമ്മയ്യപ്പൻ, കേരള സ്റ്റേറ്റ് മീഡിയേഷൻ ആൻഡ് കോൺസിലിയേഷൻ സെന്റർ ഡയറക്ടർ ജൂബിയ A. സലീം മണവാളൻ, സീനിയർ സൈക്യാട്രിസ്റ്റ് CJ ജോൺ, ഡോക്ടർ സബിൻ വിശ്വനാഥ്, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ജോഷി ജോൺ തുടങ്ങിയവരും പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.